വരയിടം ചാനലിലേക്ക് സ്വാഗതം. കേരള മ്യൂറൽ ചിത്രരചനയിൽ പല വിധത്തിലുള്ള കണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു വിധമാണ് ചാപാകൃതിയുള്ള കണ്ണുകൾ. ചിത്രസൂത്രത്തിലെ 37-ാം അധ്യായത്തിലുള്ള 9-10 ശ്ലോകങ്ങളാണ് ചാപാകാരം ഭവന്നേത്രം മത്സ്യോദരമഥാപിവ നേത്രമുൽപ്പലപത്രാഭം പത്മപത്രനിഭം തഥാ ശംഖാകൃതിർമഹാരാജ പഞ്ചമം പരികീർത്തിതം ചാപാകാരം ഭവേന്നേത്രം പ്രമാണേന യവാസ്ത്രയ. ചാപമെന്നാൽ വില്ലെന്നാണ് അർത്ഥം. വില്ലിൻ്റെ ആകൃതി, മത്സ്യോദരത്തിൻ്റെ ആകൃതി, ഉൽപ്പലപത്രത്തിൻ്റെ ആകൃതി, ഉൽപ്പലപത്രത്തിന് നീലയാമ്പൽ, കരിങ്കൂവളം എന്നീ അർത്ഥങ്ങളുണ്ട്. താമരദളത്തിൻ്റെ ആകൃതി, ശംഖിൻ്റെ ആകൃതി എന്നിങ്ങനെ 5 വിധം കണ്ണുകൾ ഉണ്ട്. ചാപാകൃതിയിലുള്ള കണ്ണിൻ്റെ അളവ് 3 യവമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യവം, അങ്കുലം, താലം എന്നിവയൊക്കെ ഭിത്തിചിത്രരചനയിലെ അളവുകളാണ്. ചാപാകൃതിയിലുള്ള കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. ചാപാകാരം ഭവേന്നേത്രം യോഗഭൂമി നിരീക്ഷണാത് എന്നും പറയുന്നുണ്ട്. അതായത് യോഗാസനത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന കണ്ണുകൾക്ക് ചാപാകൃതിയായിരിക്കും. അതിനാൽ യോഗനിഷ്ഠയിലുള്ള ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്കാണ് സാധാരണയായി ചാപാകൃതിയിലുള്ള കണ്ണുകൾ വരയ്ക്കുക. ശാന്തഭാവമാണ് ഇത്തരം കണ്ണുകളിലൂടെ മുഖത്തിന് ലഭിക്കുന്നത്.